എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇന്റർവ്യൂ നമുക്ക് വയറിലാക്കണമെന്ന്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമുക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കഷ്ടപ്പാടും നമുക്ക് ഇഷ്ടപ്പെടുന്നു പറയില്ലേ, അതുപോലെയാണ്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിന് മുണ്ടാ സൗരഭ്യം. എന്നിട്ട് ഈ മുല്ലപ്പൂമ്പൊടിയൊന്നും വരുന്നില്ല. എനിക്ക് ട്രോള് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാ കൂടുതൽ ആൾക്കാരും. എന്നെ സംബന്ധിച്ച ട്രോള് കിട്ടണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആളാ. ട്രോള് ഒന്ന് എയറേ പോയിട്ട് വരുമ്പോഴേക്കും നമ്മുടെ പ്രൊഫൈലൊക്കെ അങ്ങ് എയറിലെത്തിണ്ടോ. ഞങ്ങൾ അവിയിൽ വരുവാണ് വീഡിയോസ് ചെയ്യാം, എല്ലാം ട്രൈ ചെയ്യും. ഡാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, പാട്ട് പാടണോ, എന്ത് വേണോ, ടോം ആൻഡ് ജെറി കണ്ടന്റ് എല്ലാം ചെയ്യും. ആ വീഡിയോക്ക് ഇഷ്ടം പോലെ നെഗറ്റീവ് ഉണ്ട്, തുറക്കാൻ തോന്നില്ല. പക്ഷെ നമ്മൾ അതിന്റെ കമന്റ് ബോക്സ് ഓൺ ആക്കി നോക്കില്ല. നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രൊഫൈൽ വിസിറ്റ് കൂടും, റീച്ച് കൂടും. നമ്മളെ നെഗറ്റീവ് പറഞ്ഞാലും നമുക്കത് ബെനിഫിറ്റ് ആണ്. 2025 ഞങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള ഒരു വർഷമാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575. ആയിരങ്ങളും ലക്ഷങ്ങളുമല്ല കോടികൾ വ്യൂസ് ഉള്ള യൂട്യൂബ് ഷോർട്സിന്റെ യൂട്യൂബേഴ്സ് ആണ് നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത്. അമ്പാടി റോക്സ് എന്ന യൂട്യൂബ് ചാനലിൽ അമ്പാടിയും ലച്ചുവാണ് ചേരുന്നത്. നമസ്കാരം. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുമ്പോൾ ഷോർട്സ് സെക്ഷൻ ഭയങ്കര അത്ഭുതമുള്ള പോലെ തോന്നി. എല്ലാം കുറെ കോടികൾ വ്യൂ ഉള്ള 9 crore 8 crore 4 crore ഒക്കെ വ്യൂ ഉള്ള ഒരുപാട് ഇത് കണ്ടിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഇത് ഒരു ഭാഷയില്ലാത്ത, അതായത് മ്യൂസിക് മാത്രം കൺവേ ചെയ്യുന്ന ഇതിനാണ് അത്രയധികം വ്യൂസ് നമ്മൾ കാണാറ് സാധാരണഗതിയിൽ. പക്ഷെ നിങ്ങൾക്ക് മലയാളം പറയുന്ന ഒരുപാട് ഷോർട്സിനും അത്രയും വ്യൂസ് ഉണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? കാരണം നമ്മൾ മലയാളം കേരളത്തിലാകെ 3.5 കോടി ആളുകളല്ലേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് എന്റെ മോന്റെ വോയിസ് ആണ്. അവന്റെ വോയിസിന് ഭയങ്കര ഫാൻസ് ആണ്. ഇപ്പോഴല്ല, ഞങ്ങള് ചെറുപ്പത്തിലുള്ള ഒരു 3 വയസ്സ് തൊട്ടുള്ള വോയിസ് ആണ്. ടിക്ടോക്കുള്ള സമയത്ത് ഞങ്ങൾ ഓൺ വോയിസ് ട്രൈ ചെയ്യാറുണ്ട്. അവനാണ് മെയിൻ കഥാപാത്രമായിട്ട് വരിക. അപ്പൊ അന്ന് തൊട്ട് അവന്റെ വോയിസ് ഭയങ്കര ക്ലിക്കാണ്. ചെവിയിലേക്ക് തുളച്ച് കാണുമ്പോൾ സൗണ്ട് ആണ്. അപ്പൊ ആ വോയിസിനോടുള്ള സ്നേഹമാണ് പിന്നീട് ഞങ്ങളുടെ ഓൺ വോയിസുകൾക്കാണ് അങ്ങനെ ആ ഒരു സപ്പോർട്ട് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. പാച്ചു 2 വയസ്സ് മുതൽ തന്നെ ഈ ഡയലോഗ് സ്വയം പഠിക്കുകയും സ്വയം പ്രസന്റ് ചെയ്യുകയും മുമ്പ് ഏതായിരുന്നു നമ്മുടെ മ്യൂസിക്കലി മാഷ്, അതൊക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഒരുപാട് കാലം മുമ്പുള്ള. അപ്പൊ അതിലേക്ക് അവനെ ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഇങ്ങനെ ഡയലോഗുകൾ ഇങ്ങനെ വെച്ചു കൊടുക്കും. അപ്പൊ അത് നോക്കിയിരിക്കും. അന്നൊക്കെ നമ്മൾ കട്ട് കൊടുക്കും, ഒരു ഡയലോഗ് പറഞ്ഞ് കട്ട് കൊടുക്കും, അങ്ങനെ എടുക്കായിരുന്നു. അപ്പൊ ഡയലോഗ് പിടിക്കും പെട്ടെന്ന്. അതായത് ചെവി പറഞ്ഞു കൊടുക്കണോ? അല്ല, ഫോണിൽ വെച്ച് കൊടുക്കും. അത് കണ്ടുപിടിക്കും. ഓൺ വോയിസുകളാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കാം, അവന്റെ രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോ അത് ക്യാച്ച് ചെയ്ത് അതുപോലെ തന്നെ ആള് തിരിച്ചു പറയും. അപ്പൊ നമ്മൾ ആ കറക്റ്റ് ആ മൊമെന്റിൽ വെച്ചിട്ട് നമ്മളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും പറഞ്ഞു കൊടുക്കുക. അപ്പൊ ആ മൊമെന്റിൽ നമ്മൾ കട്ട് ചെയ്യും, പിന്നെ ബാക്കിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത്. പാച്ചു ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല, ആള് സ്കൂളിലാണ്. സ്കൂള് 4 വരെയോ? 4:45 വീട്ടിലെത്തുമ്പോ ഫുൾ ബിസിയാണ്. ഇപ്പൊ നിങ്ങളെല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആണ്. ഒരുപാട് മീറ്റപ്പുകൾക്ക് വേണ്ടി പോകുന്നുണ്ട്, കൊളാബറേഷൻസ് വരുന്നുണ്ട്. ലൈഫ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഒരു 1 million ഫാമിലിയിലേക്കൊക്കെ എത്തുന്നു. എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്? മാറ്റങ്ങൾ ആൾക്കാർ അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുമ്പോൾ. പിന്നെ നമ്മുടെ ഫാമിലിയില് സബ്സ്ക്രൈബേഴ്സിന് കൂടി നമ്മുടെ സന്തോഷം കൂടുതലേ. നമ്മൾ എവിടെ പോയാലും ആരെങ്കിലും ഒക്കെ നമ്മൾ അറിയുന്നവരുണ്ടായിരിക്കും. അത് കാരണം എന്ത് സിറ്റുവേഷനിലും നമ്മൾ പെട്ടുപോകും എന്നുള്ളൊരു അവസ്ഥ വരില്ല. അതാണ് ഏറ്റവും വലിയ സപ്പോർട്ട് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും നമ്മൾ അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഓർമ്മയിലുണ്ടോ ഈ അടുത്തെപ്പോഴെങ്കിലും ഉള്ളത്? ഈ അടുത്തുണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ എവിടെ പോയാലും തിരിച്ചറിയും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇൻസിഡന്റ് ഒന്നും പറയാനൊന്നുമില്ല. പക്ഷെ സപ്പോർട്ടാണ്. നമ്മൾ എവിടെ ചെന്നാലും ഫസ്റ്റ് ചോദിക്കാൻ വന്നിട്ടില്ലെങ്കിൽ ചോദിച്ചിട്ട് എല്ലാവരും ഇങ്ങോട്ട് ചോദിച്ചു വരും. അത് നമ്മുടെ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ചെറിയ കുട്ടികൾ തൊട്ട് വലിയ അമ്മമാര് വരെ, പ്രായമായിട്ടുള്ള അമ്മമാര് വരെ ചോദിക്കും. എല്ലാവർക്കും വേണ്ടത് പച്ചുനി. ഞങ്ങൾ ഈ അടുത്ത് കോട്ടയത്തേക്ക് ഒരു വർക്കിന് വേണ്ടിയായിരുന്നു, ഒരു വീടിന്റെ ഷൂട്ടിന് വേണ്ടി വേണ്ടിയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ ആൾക്ക് മറ്റേ ഇതിന്റെ വർക്കാ, ഏത് ഇൻവെർട്ടറിന്റെ വർക്കാ, പുതിയ വീട് പണിതിട്ടുള്ളത്. അപ്പൊ ആളെ വന്നിട്ട് നീ അല്ല രാവിലെ പേപ്പർ ഇടാൻ പോയി ഇത്ര പെട്ടെന്ന് എത്തി വന്നു. നമ്മുടെ ഈ അടുത്ത് പേപ്പർ ഇടുന്ന വീഡിയോ ഭയങ്കരമായിട്ട് വീഡിയോ. ഈ ഇങ്ങനത്തെ ഐഡിയാസ് ഇല്ലേ, അതായത് ചില ഐഡിയാസ് ഒക്കെ സീൻ വൈസ് മാത്രം കമ്മ്യൂണിക്കേറ്റ് ആവുന്ന ഐഡിയാസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫോണിലൂടെ ഇപ്പോൾ ഒരു ഭർത്താവിന് ഒരു എക്സ്ട്രാ മാരിറ്റൽ ബന്ധം ഉണ്ടെങ്കിൽ അത് ഭാര്യ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് മ്യൂസിക്കിലൂടെ മാത്രം കൺവേ ആവുന്ന ഒരു റീലും കൂടി നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഭീകര റീച്ച് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഐഡിയാസ് ആണോ ക്ലിക്ക് ആവുക, അതോ ഈ കൗണ്ടർ പറയുന്നത് ഇപ്പം അങ്ങനെ ഇന്ന പാർട്ടി ഇന്ന ആൾ ചെയ്യാം,
ഇന്ന പാർട്ടി ഇന്ന കണ്ടന്റ് ഇന്നാള് ചെയ്യാം അങ്ങനത്തെ? നമ്മളെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഇല്ല. ഞങ്ങളെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഞങ്ങളൊരു അവിയിൽ ഒരുപാട് വീഡിയോസ് ചെയ്യാം, എല്ലാം ട്രൈ ചെയ്യും. ഡാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, പാട്ട് പാടണോ, എന്ത് വേണോ, ടോം ആൻഡ് ജെറി കണ്ടന്റ് എല്ലാം ചെയ്യും. യൂട്യൂബിന്റെ ഒരു റവന്യൂ അത് മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പോസ്റ്റ് കോവിഡ്. പക്ഷെ ഇപ്പോഴും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടോ? ഇഷ്ടം പോലെ. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് റവന്യൂ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ജോലി ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായി തുടങ്ങി. ഇപ്പൊ ഒരു എന്താണ് ജോലിന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടന്റെ ധൈര്യയുടെ ജോലി പറയാം. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താന്നുള്ളത് ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ പേർക്കൊക്കെ എന്റെ ജോലി ഞാനൊരു യൂട്യൂബർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെക്കഗ്നൈസ്ഡ് ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. കുറെ പേർക്ക് ഇപ്പൊ യൂട്യൂബ് എന്നുള്ള ഒരൊറ്റ ഇൻകം കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആൾക്ക് ജോലി ഉള്ളതുകൊണ്ട് നമ്മൾ അത് കളയേണ്ട ആവശ്യമില്ലല്ലോ. മറ്റു കാര്യം കോൺസ്റ്റന്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു റീച്ച് ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ നന്നായിട്ട് ഇത് വളരുന്നുണ്ട്. ഇപ്പൊ ഏകദേശം 11 ലക്ഷത്തിനപ്പുറത്തായല്ലോ ഈ സബ്സ്ക്രൈബേഴ്സ്. 1 മില്യൺ കഴിഞ്ഞു, 1 ലക്ഷം കൂടി കഴിയുന്നു, 1 മില്യൺ 1 ലക്ഷം കഴിയുന്നു. അപ്പൊ ഈ ഗ്രോത്ത് ഉണ്ടാവുക അല്ലെങ്കിൽ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറയുന്നതിന് കോൺസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇടുക, പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണോ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം? നമ്മളെപ്പോഴും ലൈവായിട്ട് നിക്കണം. മറന്നു പോരും നമ്മുടെ മുഖം എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട്. ഞങ്ങളിപ്പോ ഞാൻ മലയ്ക്ക് നോയമ്പെടുത്തപ്പോൾ വീഡിയോസ് വളരെ കുറവായിരുന്നു, എടുക്കാറുന്നില്ല. മലയ്ക്ക് പോയി വന്നപ്പോ സ്വതവേ അങ്ങനെയാണ് മലയ്ക്ക് സോഷ്യൽ മീഡിയ ലൈഫിലത്തെ ഇന്റർവെൽ ടൈം എന്ന് പറയുന്നതാണ് ആ ഒരു നോയമ്പ്. മണ്ഡലകാലത്ത് ആള് വീഡിയോസ് എടുക്കാൻ വരില്ല, ഒരു മനസ്സുകൊണ്ട് ഒരു ഇതില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇടുന്നല്ലാതെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ വീഡിയോസ് എടുക്കാന്നുള്ള ഒരു മോഡലായിരിക്കില്ല. അപ്പൊ ആ ഒരു ടൈം നമ്മുടെ ഇന്റർവെൽ ടൈം 40 ദിവസം വ്രതം കഴിഞ്ഞ് വന്നപ്പോ ഈ വട്ടം ഇങ്ങനെ ഹോസ്പിറ്റലേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നു. അതിനുശേഷം എടുത്താണ് ഇപ്പൊ 2025 സ്റ്റാർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഇത്രയും റീച്ച് കിട്ടിയത്. നല്ലൊരു തുടക്കാന്ന് വിചാരിക്കുന്നു. മാത്രല്ല ഒരു 282 തൊട്ട് 297 ആയി നിൽക്കായിരുന്നു. ഇപ്പം ഒരു 1.5 വർഷത്തിനടുത്തായിട്ട് ഈ ഫോളോവേഴ്സ് ഇങ്ങനെ കൂടുകയും കുറഞ്ഞു കയറുന്നേ ഉണ്ടായിരുന്നില്ല. 2025 സ്റ്റാർട്ട് ചെയ്ത ഈ വീഡിയോ ഇട്ടപ്പോട്ട് 297 ആയിരുന്നു ഫോളോവേഴ്സ്, 310 ഇപ്പോ. പെട്ടെന്നാണ് 13K ഫോളോവേഴ്സ് കയറിയത്. ഭയങ്കര ഹാപ്പി ആയി. 2025 ഞങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള ഒരു വർഷമാണ്. ഇനി ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളിലേക്കൊക്കെ ഞങ്ങൾ കടക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പാട്ട് ട്രെൻഡിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ പീസ് ട്രെൻഡിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വെച്ചിട്ട് എല്ലാവരും റീല് ചെയ്യുമല്ലോ. അപ്പൊ പണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരേ റീല് തന്നെ കോപ്പി ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം നോർത്തിലുള്ള റീലുകൾ ആളുകൾ ഇവിടെ കോപ്പി ചെയ്ത് ചെയ്യണം പരിപാടി. പക്ഷെ ഇപ്പൊ അത് പെട്ടെന്ന് പിടിക്കും. അപ്പൊ ഇപ്പൊ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യൽ പണിയാണോ, അത് ഇപ്പൊ നാച്ചുറലി സംഭവിക്കുന്നുണ്ടോ? ഒരു മ്യൂസിക് കേട്ടു ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. ട്രെൻഡായ സാധനങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ എങ്ങനെ പോലും ആ ട്രെൻഡ് പോയിട്ടാണ് മിക്കവാറും ഞങ്ങൾ ചെയ്യാറ്. അല്ലെങ്കിൽ പിന്നെ അതിന് വേറെ എന്തെങ്കിലും അവസാനം വേറെ ട്വിസ്റ്റ് ആയിട്ട് ചെയ്യും. സത്യം പറഞ്ഞാൽ ഇപ്പൊ മറ്റേ പുഷ്പയുടെ പാട്ട് ട്രെൻഡായി നിൽക്കുന്ന സമയത്ത് ട്രെൻഡായി അന്നിട്ട് പറഞ്ഞോടിക്കതാ നമുക്ക് അറിയിലെടുക്കാന്ന്. പക്ഷെ ഇതുവരെ ഞങ്ങൾ അത് എടുത്തിട്ടില്ല. ഇനി എല്ലാവരും ട്രെൻഡും കഴിയുമ്പോ ആ സോങ്ങിന് തന്നെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ അപ്പൊ ട്രെൻഡ് അവസാനിക്കുമല്ലോ. അപ്പൊ അതിനെ നമ്മുടേതായിട്ടുള്ള രീതിയിലേക്ക് എന്തെങ്കിലും ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും ട്വിസ്റ്റ് ഇട്ടിട്ട് അങ്ങനെ ചെയ്യും. അതാണ് നമ്മുടെ രീതി. പക്ഷെ ട്രെൻഡും ചെയ്യും, ഒന്നും പോണല്ലോ. ഈ സാധാരണ ഈ ഇങ്ങനത്തെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ അവരൊരു ഐഡിയേഷന് വേണ്ടി ഒരു മുറിയൊക്കെ എടുത്തിട്ട് ഇന്ന ഐഡിയ ചെയ്യാം, ഇത്ര സെറ്റ് ഓഫ് വീഡിയോസ് ചെയ്യണം, അങ്ങനെയൊക്കെ ഇത് ഭയങ്കര പ്രൊഫഷണലി കറക്റ്റ് ടൈം ടേബിൾ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിനുള്ള ഐഡിയാസ് ഒക്കെ കിട്ടുന്നത് എവിടുന്ന? അല്ലെങ്കിൽ പ്ലാനിങ് ഉണ്ട്, പക്ഷെ ഒന്നും പ്ലാനിങ് ഡെയിലി നടക്കുന്നുണ്ട്. നമുക്ക് അത് ചെയ്യണം ദാസ, നമുക്കിത് ചെയ്യണം ചെയ്യാം. പ്ലാനിങ് ഭയങ്കരമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യും. ഞങ്ങളുടെ പ്ലാനിങ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടി. ഗംഭീര പ്ലാനിങ്. ഒരെണ്ണം പറയാൻ പറ്റുമോ? നമ്മൾ ഇത്ര ടൈമിംഗ് ഒക്കെ വെക്കും. രാവിലെ ഇത്ര മണിക്ക് എണിക്കണം, ഇത്ര മണി തൊട്ട് ഇത്ര വരെ ഇന്ന കാര്യം ചെയ്യണം. അത് കഴിയുമ്പോൾ നമ്മൾ ഇന്ന് വീഡിയോനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. നാളെ ചെയ്യേണ്ട വീഡിയോ നമ്മൾ ഇന്നേ പ്രിപ്പയർ ചെയ്ത് സ്കിറ്റ് റെഡി ആക്കി വെക്കണം. വൈകുന്നേരം കണ്ടന്റ് സെറ്റ് ആക്കി വെക്കണം. ഇത്ര മണിക്ക് നമുക്ക് എടുക്കണം. ഒരു ബുക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. ബുക്കൊക്കെ മേടിച്ചിട്ട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ കുറെ ആലോചിക്കുമ്പോൾ ഒക്കെ മറന്നു പോകും ചേട്ടാ. അപ്പൊ ഒരു ബുക്ക് മേടിച്ചിട്ട് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ബുക്ക് ഇപ്പോഴും ഭദ്രമായിട്ട് അവിടെ ഇരിക്കും. ചില സമയത്ത് കണ്ടന്റുകള് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് ഇങ്ങനെ കുറെ ഇങ്ങനെ വരും. അപ്പൊ മറന്നു പോകാൻ പാടില്ല. അപ്പൊ ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കും. എനിക്ക് മൊബൈലിൽ നോട്ടില്ലേ, അതിലിങ്ങനെ അടിച്ചിടും ഓരോ പേര് വെറുതെ. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് മറന്നു പോകാണ്ടിരിക്കാൻ. ഇപ്പൊ ഇപ്പൊ ചെയ്തിട്ടുള്ള ഈ പത്രത്തിന്റെ സംഭവം എത്രയോ ഒരു 1.5 കൊല്ലത്തിന്റെ അടുത്ത് ഞങ്ങള് മുന്നേ ഞാൻ ഇതിങ്ങനെ ഒരു മനസ്സിലിട്ടിയ ഒരു തീം ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നാ. പക്ഷെ അപ്പോഴൊന്നും ഞങ്ങൾ ചെയ്തില്ല. ഇതുപോലെ എഴുതിയിലും മാത്രം ഇരുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പൊ നിങ്ങളുടെ ഏറ്റവും അധികം റീച്ച് ആയിട്ടുള്ള ഈ പറഞ്ഞ വസ്ത്രം മാറിയിടുന്ന ആ റീലുണ്ടല്ലോ,
ആ റീലിൽ സത്യം പറഞ്ഞാൽ ഒരു പൊടിക്ക് ലൗഡായിട്ടാണ് എല്ലാവരും പെർഫോം ചെയ്തിട്ടുള്ള, എല്ലാവരും കുറച്ചുകൂടി റീലിലെ ഒരു അഭിനയമുണ്ടല്ലോ അതുപോലെ. പക്ഷെ ഇപ്പൊ വന്നു നിങ്ങൾ വളരെ റിയലിസ്റ്റിക് ആയി തുടങ്ങി. ഇപ്പൊ ആ മറ്റേ കണ്ണുനീരെന്ന് അറിയുന്നതൊക്കെ ആയാലും ശരിക്കും നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുന്നതിന്റെ ലീഗിലേക്ക് ഇത് എക്സ്പീരിയൻസോട് സംഭവിക്കുന്നതാണോ അതോ ഇന്ന റീലിൽ ഇന്ന പോലെ പിടിക്കാൻ അറിയാണ്ട് എന്തോ ഒരു ഭാഗ്യത്തിന് ഭയങ്കര സട്ടിലൊക്കെ ആയിട്ടല്ലേ നമ്മള് ഈ റീല് കുറച്ച് ആഴത്തി കണ്ടാലേ? അത് രണ്ട് ടൈപ്പ് ഉണ്ട്. മറ്റേ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമില് ആ ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വൈറലായിരുന്നു. അത് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നല്ല മില്യൺസ് വ്യൂസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ടൈപ്പ് റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യൂ വരണമെങ്കിൽ നമ്മൾ മൊത്തത്തിലേക്ക് എത്തിക്കണം. അപ്പൊ നമ്മുടെ സാറ്റലൈറ്റിങ് അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ റീലിലേക്ക് വേണ്ടത്ര റീച്ച് വരില്ല നമ്മൾ നോർമലി ചെയ്ത രീതിയിൽ. അപ്പൊ നമ്മൾ അവിടെ ഒന്ന് എക്സ്ട്രാ കയറ്റി കൊടുത്താലാണ് നെഗറ്റീവ് കമന്റ്സ് വരുള്ളൂ. നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രൊഫൈൽ വിസിറ്റ് കൂടും, റീച്ച് കൂടും. അപ്പൊ അതാണ് അവിടെ. ഇപ്പൊ നമ്മൾ പൊതുവെ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യണവർക്ക് നെഗറ്റീവ് ഉള്ളവരുടെ വീഡിയോസിന് നല്ല റീച്ച് വരുന്നതിന്റെ റീസൺ അത് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവർ നമ്മൾ വിചാരിക്കും ഇഷ്ടപ്പെടില്ലെങ്കിൽ വീട് നാളെ കമന്റ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ആ കമന്റ് ചെയ്യുന്ന ആളുകൾക്ക് അത് ബെനിഫിറ്റ് ആണ്. നമ്മളെ നെഗറ്റീവ് പറഞ്ഞാലും നമുക്കത് ബെനിഫിറ്റ് ആണ്. ആ വീഡിയോക്ക് ഇഷ്ടം പോലെ നെഗറ്റീവ് ഉണ്ട്, തുറക്കാൻ തോന്നില്ല. പക്ഷെ നമ്മൾ അതിന്റെ കമന്റ് ബോക്സ് ഓൺ ആക്കി നോക്കില്ല. പക്ഷെ പണ്ട് ഇങ്ങനെ ക്രിയേറ്റേഴ്സ് ഒന്നും ഇങ്ങനെ തുറന്നു പറഞ്ഞിരുന്നില്ലല്ലോ. അതായത് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായാലാണ് റീച്ച് ഉണ്ടായത്. അതൊരു അറിയാത്തൊരു തന്ത്രം പോലെയായിരുന്നു. ഇപ്പം ഞാൻ ഈ അടുത്ത് റീസെന്റ് ആയിട്ട് കുഞ്ഞൻ പാണ്ടിക്കാട് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തെ ഇന്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത്, ആളുകൾ എന്നെ വന്നിട്ട് ഇങ്ങനെ ചീത്ത വിളിച്ചോണ്ടിരിക്കുകയാണ്, പക്ഷെ എന്റെ പ്രൊഫൈലിന്റെ എൻഗേജ്മെന്റ് ആണ് കൂടുന്നത്, അവർ മനസ്സിലാക്കണില്ല എന്നുള്ളത്. ഈ നെഗറ്റീവ് കമന്റ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബൂസ്റ്റ് മോണിറ്റിയൊക്കെയാണ്. അതൊരു അനുഗ്രഹമാണ്. പിന്നെ എല്ലാവരും വിചാരിക്കും എനിക്ക് ട്രോള് കിട്ടരുന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാ കൂടുതൽ ആൾക്കാർ. എന്നെ സംബന്ധിച്ചാൽ ട്രോള് കിട്ടണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആളാ. ട്രോള് കിട്ടിയാൽ ഒന്ന് എയറേ പോയിട്ട് വരുമ്പോഴേക്കും നമ്മുടെ പ്രൊഫൈലൊക്കെ അങ്ങ് എയറിലെത്തിണ്ടോ. അതുപോലെ ഒരു കിട്ടി ആഗ്രഹിച്ച് അയ്യപ്പനെ വിളിച്ച് ഒന്നും കിട്ടി. മലയ്ക്ക് പോയിപ്പോ ഒരു ബോക്സ് ഇട്ട് പോയതാ. അതിന് മുമ്പേ ഈ ട്രോള് കിട്ടുന്നതിനൊക്കെ മുമ്പ് ഇപ്പൊ ആച്ചും കുട്ടിയും കൂട്ടി മറ്റേ ഈ നമ്മുടെ മേലപ്പറമ്പിൽ അൺവീടിന്റെ ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നല്ല റീച്ച് ആയിട്ടുള്ള ഒരു റീൽ ആയിരുന്നില്ല? അത് ആരുടെ ഐഡിയ ആയിരുന്നു അത് അങ്ങനെ സിനിമ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ അവൾ അനിയത്തിയുടെ ഉണ്ണിയാണത്. അവള് ഭയങ്കര, അതായത് അവള് ജനിച്ച് വളർന്നപ്പോ തൊട്ട് കാണുന്നത് ഈ മാമനെയും അമ്മേനെയാണ്. അപ്പൊ കണ്ട് ആൾക്ക് ഈ വീഡിയോസ് കാണാൻ, ഞങ്ങളുടെ വീഡിയോസ് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ. അപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ വരും, അവളുടെ ആക്ടിങ് ആയാലും ഭയങ്കര മൈന്യൂട്ടായിട്ട് എക്സ്പ്രഷൻസ് ഒക്കെ. ഞങ്ങളൊരു അച്ഛനും അമ്മയും മരിച്ചു പോയിട്ടുള്ള സീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് പക്ക ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ അത് അതിനേക്കാൾ അടിപൊളിയായിട്ട് അവളത് പക്ഷേ ഈ ആറിയില്ലാതെ ശരിക്കും ജഗതി ചേട്ടനൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത് വയറ് കൊണ്ടൊക്കെ ഓരോ സാധനങ്ങൾ ചെയ്യൂല, അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ സീൻ കാണിച്ചു കൊടുത്തിരുന്നോ? എവിടെന്നാ കുട്ടിക്ക് അത്രയും സീൻ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ആ വോയിസ് കേൾപ്പിച്ചു കൊടുത്തു. ഈ സീൻ കണ്ടിട്ട് ഈ വോയിസ് കേട്ടിട്ട് വേറൊരാൾ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഈ വോയിസ് നമുക്ക് കാണാം. അപ്പൊ ഞാൻ പറയും ഈ വിഷ്വല് നീ കണ്ട, ഈ വോയിസ് നീ മനസ്സിൽ കയറ്റിയിട്ട് ജഗതി ചേട്ടൻ അതെങ്ങനെ ചെയ്തിട്ടുള്ള ആ വോയിസിനനുസരിച്ചുള്ള മെയിൻഡ്രസ്സുകൾ നമ്മുടെ മുഖത്തും നമ്മുടെ ശരീരത്തിലും വരണം അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ആള് ഡയലോഗ് പഠിച്ച് അങ്ങനെ അത് കൊണ്ടുവന്ന് ചെയ്തു. ഈ കാവ്യമാധവൻ അതിലിങ്ങനെ പറയണതിന്റെ ഇടയ്ക്ക് അനിയത്തിയാണ് ചെയ്തിട്ടുള്ള അമ്മയായിട്ട്. അനിയത്തി ഇപ്പൊ ഉണ്ണിയുടെ ഒരു ചൂല് മേടിക്കണതുണ്ട്. അപ്പൊ അവൻ ശരി കൊട് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അത് വേറെ കറക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കാവ്യമാധവൻ ദിലീപ് റീലുകൾ നിങ്ങളുടെ ഒരു ഹിറ്റ് ഐറ്റം ആണല്ലോ, ഫേവറേറ്റ്. ഈ എപ്പോ മുതലേ ഈ കാവ്യമാധവൻ ദിലീപ് റീലുകൾക്ക് ഒരു സെപ്പറേറ്റ് ഓഡിയൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാന്ന്? നമുക്കത് സെപ്പറേറ്റ് ഓഡിയൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാ വീഡിയോസ് ചെയ്തത്. ചേട്ടൻ ഭയങ്കര ദിലീപിന്റെ മാനറിസംസ് അല്ലെങ്കിൽ ദിലീപിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആ ഒരു കാറ്റഗറിയിലാണ്. ദിലീപിന്റെ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് മീശമാധവൻ എന്നൊക്കെ പറഞ്ഞ ഒരു മൂവി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു മൂവിയാണല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ആണ് അതിന്റെ ലൊക്കേഷൻ, ഞങ്ങൾ അവിടെ സെയിം ലൊക്കേഷനിൽ പോയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലൊക്കേഷൻ ഇങ്ങനെ പാലക്കാടാണെന്ന് പറഞ്ഞപ്പോ നമുക്കൊരാഗ്രഹം അവിടെ പോയിട്ട് ആ സീനൊന്ന് റീക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ സെയിം ലൊക്കേഷനിൽ ആ സെയിം വീട്ടിൽ പോയി അത് റീക്രിയേറ്റ് ചെയ്തു. അത് ശരിക്കും നമ്മൾ ആ ഫാൻ ബേസ് നോക്കി ചെയ്തതല്ല. നമ്മൾ ആ ഒരു ടൈമിൽ കുറെ മൂവി റീക്രിയേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്മേറ്റ്സ് ചെയ്തിട്ടുണ്ട്, മീശമാധവൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ഈ മീശമാധവൻ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനും നല്ല അത്യാവശ്യം വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മീശമാധവൻ ദിലീപേട്ടനോട് ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദിലീപേട്ടൻ മൂവികൾ ഇഷ്ടമാണ്. ഈ മീശമാധവൻ സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ CD എടുത്ത് കൊണ്ടുവന്ന് വരി നിന്നിട്ട് മേടിച്ചു കൊണ്ടുവന്നിരുന്ന് കണ്ടിട്ടുണ്ട്. പണ്ട് കാലത്ത് ഇറങ്ങിയ സമയത്ത് അത് സിനിമ ഇറങ്ങി CD ഇറങ്ങാനായിട്ട് കുറെ സമയം എടുക്കും. അത് ഇറങ്ങുമ്പോ പറയുന്നത് അത് ഇറങ്ങുമ്പോ നമുക്ക് അപ്പൊ കിട്ടില്ല. പോയി വരി ചേട്ടാ നാളെ വരും, ആ നാളെ വരും, അവിടെ വിളിക്കുക, അതെടുത്ത് വേറെ ആൾ പോയിണ്ടാവും. അങ്ങനെ വരി കിട്ടിയിട്ടാണ് ഞാൻ സിനിമ കണ്ടിട്ടുള്ളത് വീട്ടില്. ഈ സദാനന്ദന്റെ സമയത്തിന്റെ റീലും നന്നായിട്ട് ഓടിപ്പോയ കാര്യമല്ലേ? മൂവി റീലുകൾ ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വഴി ഉണ്ടാകുന്ന ബ്രാൻഡ് കൊളാബറേഷൻസ് ഇല്ലേ? അപ്പൊ ഇപ്പൊ ബ്രാൻഡ് കൊളാബറേഷൻസിലെ ആളുകൾക്ക് ഒരുപാട്
വിമർശനങ്ങളും കിട്ടുന്നുണ്ട്. ബ്രാൻഡ് കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്തുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ആളുകൾ അതിനെ പറ്റിയുള്ള റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ചില ബെറ്റിംഗ് ആപ്സിലത്തെ കൊളാബ് ആക്സെപ്റ്റ് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ ചില പ്രത്യേക പ്രോഡക്ട്സ് ആക്സെപ്റ്റ് ചെയ്യുന്നത് വഴി. അപ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും കൊളാബ് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഇത് ആളുകൾക്ക് എന്ത് ഗുണം ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഗുഡ് വില്ലിനെ എങ്ങനെ ബാധിക്കും, അങ്ങനത്തെ ഒക്കെ ആലോചനകളുണ്ടോ? അതോ പണം വരുന്നു നമ്മളത് ചെയ്യുന്നു, രണ്ടും ശരിയാണ്? ഈ ബെറ്റിംഗ് ആപ്പിന്റെ കേസ് പറഞ്ഞ മാതിരി അത് നമുക്ക് കുറെ വന്നായിരുന്നു നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോഴും എടുക്കേണ്ട പ്രൊഫൈലില് ഞാൻ പേര് പറയണില്ല, കുറെ ബെറ്റിംഗ് ആപ്സ് എന്നുള്ളത് ഇപ്പോഴും നമ്മൾ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ അടച്ച് പറയില്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക്, അതായത് നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ എന്തായാലും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ വന്ന സമയത്ത് നമുക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാണ്ട് കുറെ ട്രേഡിങ് സംഭവങ്ങളൊക്കെ പ്രൊമോഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യുമ്പോഴും ഞാൻ ചെയ്യാറുള്ളത് അവർക്ക്, എനിക്ക് പ്രൊമോഷൻ തരുന്ന ആളുകൾക്ക് മലയാളം അറിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ മലയാളത്തിൽ പറയും നല്ല അടിപൊളി ഉഡായിപ്പ് ആപ്ലിക്കേഷൻ ആണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം ഞാനപ്പോ ചിന്തിക്കും അല്ല ഇവര് ചെയ്യണത് എന്തായാലും പറ്റിപ്പാണ്. ഇവര് ഇഷ്ടംപോലെ ആൾക്കാരെ പറ്റിച്ചിട്ട് പൈസ മേടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവരെ പറ്റിക്കാൻ പറ്റും. ഞാൻ പൈസ മേടിച്ചിട്ട് നല്ല സ്റ്റോറി പ്രൊമോഷൻ ഒക്കെ നല്ല പേയ്മെന്റ് മേടിച്ചിട്ട് ഞാൻ നല്ല ഉഡായ ആപ്ലിക്കേഷൻ ആണ്, നിങ്ങൾ എല്ലാവരും പോയിട്ട് ജോയിൻ ചെയ്തത് ഇങ്ങനെ പറയുമ്പോ തന്നെ അവർക്ക് മനസ്സിലാവും. അത് ചെയ്തു തുടങ്ങിയത് ഞങ്ങൾക്ക് ഒരു അമ്മളി പറ്റിയതിന് ശേഷമാണ്. ഫസ്റ്റത്തെ ഒരു ട്രേഡിങ്ങിന്റെ പ്രൊമോഷൻ ചെയ്തപ്പോ ഞങ്ങൾക്ക് ഒരു പണി പറ്റി. പണി ഞാനിവിടെ പറയണില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് വലിയൊരു പ്രശ്നം. അപ്പൊ അത് പണി കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനത്തെ സംഭവം. ഞാനൊരു 3-4 എന്റെ കയ്യിൽ നിന്ന് പോയ പൈസ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്ത് തിരിച്ചു പിടിച്ചു. എന്നിട്ട് പിന്നെ ഇപ്പൊ ഞങ്ങള് വരുമ്പോ കുറെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പല ഫ്രണ്ട്സും ഇതുപോലെയുള്ള ഈ ഗെയിമിങ്ങിന്റെ പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളപ്പോ ഒന്ന് നമുക്ക് എന്ത് കാര്യത്തിന് മുന്നേ ചിന്തിക്കണല്ലോ. അപ്പൊ ഞങ്ങൾ ചിന്തിച്ചപ്പോ തോന്നി നമ്മള് ചിലപ്പോ ഇങ്ങനെ നമ്മുടെ വാക്ക് കേട്ടിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒരാൾ പോയി പെട്ടിട്ടുണ്ടെങ്കിൽ അത് മതി, പിന്നെ ജീവിതകാലം മുഴുവൻ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പൊ അതിലും നല്ലത് ആ പൈസ കിട്ടിയില്ലെങ്കിലും വേണ്ട, വേറെ എവിടെന്നെങ്കിലൊക്കെ വേറെ ഏതെങ്കിലും വഴി കൂടെ ദൈവം നമുക്ക് തരുമല്ലോ, അത് തന്നെ വേണമെന്നില്ലല്ലോ. അതായത് നമ്മുടെ ഫോളോവേഴ്സ് നമ്മളെ വിശ്വസിച്ച് നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ്. അവർ കളിച്ചിട്ടുള്ള ഒരു പൈസ നമുക്ക് വേണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഫോളോവേഴ്സിന്റെ ഒരു സ്നേഹം അല്ലെങ്കിൽ അവരുടെ ഒരു ലവ് ഉണ്ടല്ലോ, അത് നേരിട്ട് മനസ്സിലാക്കിയ സന്ദർഭങ്ങൾ ഉണ്ടോ? നമ്മൾ പുറത്തു പോകുമ്പോഴൊക്കെ എത്രയോ പേര് നേരത്തെ പറഞ്ഞ മാതിരി കുട്ടികൾ തൊട്ട് എത്രയോ വലിയ ആൾക്കാർ വരെ വന്നിട്ട് നമ്മളോട് സംസാരിക്കാറുണ്ട്. സംസാരിക്കുന്നത് മാത്രം നമ്മൾ പുറത്തൊക്കെ ഷോപ്പുകളിലൊക്കെ ചെല്ലുമ്പോ നമ്മൾക്ക് അവര് തരുന്ന ഒരു സ്നേഹം. ഇപ്പൊ നമ്മള് ചെല്ലുമ്പോ നമ്മള് ഫുഡൊക്കെ കഴിക്കുമ്പോ നമുക്ക് അവര് ഫുഡ് തരും, നമ്മള് വേണ്ടാന്ന്. പക്ഷെ അത് അവര് പ്രത്യേകിച്ച് അങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ചിട്ട് അല്ല അത് തരുന്നതും, അത് നമ്മളോടുള്ള ഒരു സ്നേഹമാണ്. പിന്നെ അവര് ശരിക്കും അവരുടെ കുടുംബത്തിലുള്ള ഒരാളുടെ പോലെയാണ് നമ്മളെയും കാണുന്നത്. അവരെപ്പോഴും കാണുമ്പോൾ വീഡിയോസ് കാണും, പലരും പറയുന്നുണ്ട് നിങ്ങള് ഞങ്ങൾ എപ്പോഴും കണ്ടുപിടിക്കുക, ഞങ്ങളുടെ ഫാമിലിയിലെ ഒരാളെ പോലെയാണ് നിങ്ങൾ എപ്പോഴും കാണുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ചില ഇൻഫ്ലുവൻസസ് നിങ്ങളെ മാറ്റി നിർത്തുന്ന ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം സാധാരണ ഇപ്പോൾ ഒരു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ ഒരു 100K മുകളിലൊക്കെ ഫോളോവേഴ്സ് വരുന്ന ആളുകളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു ഭയങ്കര സ്കെയിലപ്പ് കാണാൻ പറ്റും, ഭയങ്കര ഒരു ഷിഫ്റ്റ് കാണാൻ പറ്റും. അവരുപയോഗിക്കുന്ന ക്ലോത്ത്സിലായാലും ശരി, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന ഭാഷയിലും അവരുപയോഗിക്കുന്ന പ്രോഡക്ട്സിലൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു വേറെ തന്നെ ഒരു ഷിഫ്റ്റ് വരും. നല്ലതാണത്. പക്ഷെ എപ്പോഴും നമ്മൾ അവർ ആദ്യമായിട്ട് കണ്ട ഒരു കാലം ഉണ്ടാവില്ല, അതിൽ വന്ന ഓഡിയൻസ് ഉണ്ടായിരിക്കും, അതൊരു കോർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. നിങ്ങളിൽ അങ്ങനെ വലിയ മാറ്റമൊന്നും ഞാൻ കണ്ടിട്ടില്ല ആ സമയത്ത്. ഈ സമയത്ത് ശരി വീഡിയോ ക്വാളിറ്റി മാറുന്നുണ്ട് കേട്ടോ ഡെഫിനറ്റ്ലി. അതല്ലാതെ വേറൊന്നും അങ്ങനെ കാര്യമായിട്ട് മാറ്റം കണ്ടിട്ടില്ല. അത് ബോധപൂർവ്വം ചെയ്യുന്നതാണ് ഓഡിയൻസിനകത്ത്. അല്ല, ഇങ്ങനെയാണ് ഞങ്ങള് അന്നോട്ട് ഇന്ന് വരെ എന്നും ഇങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ നമ്മള് ചേഞ്ച് വരുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈല് ചേഞ്ച് വരുമ്പോ സാധാരണ സംഭവിച്ചു പോകുന്ന കാര്യങ്ങൾ തന്നെ. നമ്മളിപ്പോ ഞങ്ങൾക്ക് ആദ്യം കണ്ടിരുന്ന ഡ്രസ്സിങ് സ്റ്റൈൽ ആവില്ല ഇപ്പൊ കാണുന്നത്. പക്ഷെ അത് നമ്മുടെ ഒരു മെച്യൂരിറ്റി കൂടുന്നതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുമല്ലോ. അല്ലാതെ നമ്മൾ പേർപ്പസ്ഫുള്ളി ഒന്നും ചെയ്യും. ഇപ്പൊ നമുക്ക് എങ്ങനെയാന്നുള്ളതല്ലേ ഇപ്പൊ വീട്ടിൽ നിൽക്കുന്ന കോലത്തില് ഞങ്ങളുടെ വീഡിയോസില്, ഞാൻ വീട്ടിൽ നിൽക്കുന്ന കോലത്തില് ഞങ്ങൾ വീഡിയോസ് ഇടും അങ്ങനെ. അപ്പൊ നമുക്ക് അല്ലാതെ ഞാൻ വീട്ടില് മറ്റേ നൈറ്റ് ഡ്രസ്സ് മാത്രം ഇങ്ങനെ ഇട്ട് മുടിയൊക്കെ കെട്ടി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ഞങ്ങളുടെ വീഡിയോസിൽ അത് പൊതുവെ കുറവായിരിക്കും. അപ്പൊ ഞങ്ങളുടെ റിയലിസ്റ്റിക് വീഡിയോസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ കാണുന്നതാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. നമ്മളിപ്പോ നോർമലി ഒരു വീഡിയോ ചെയ്യുമ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ആ വീഡിയോക്ക് നമ്മൾ പ്രതീക്ഷിച്ച ഒരു ലൈഫ് ഉണ്ടാവില്ല ഒരു വീഡിയോക്ക്. ആ ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ എങ്ങനെയാണോ അങ്ങനെ വന്ന് പ്രസന്റ് ചെയ്താലാണ് ആ ലൈഫ് കിട്ടുള്ളൂ. നമ്മുടെ വ്ളോഗ് ആയാലൊക്കെ തന്നെ ഈ നോർമൽ സ്റ്റൈലാണ്, ഇനി ഇതിനും മാറും. നമ്മള് കണ്ടന്റ് എടുക്കുകയാണെങ്കിലും നമ്മള് പലരുടെയും ലൈഫിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളും പലരും സംസാരിക്കുമ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ കണ്ടന്റുകൾ, കോമഡി ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ ഇമോഷണൽ ചെയ്യുകയാണെങ്കിലും അത് പലരുടെയും ജീവിതത്തിൽ നടത്തിയെടുത്ത ഇടകൾ പോലെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ
അത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് ചെയ്യണമെങ്കിൽ അവരായിട്ട് നമ്മൾ ചെയ്യണം. അങ്ങനെയാണ് ഇപ്പൊ മറ്റേതൊക്കെ നമ്മളായിട്ട് നിക്കണം. വേറെ ആളായിട്ട് ചിന്തിച്ചിട്ട് ഇപ്പൊ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരില്ല, ഞങ്ങൾ അങ്ങനെ കാണുന്നുള്ളൂ. നമ്മുടെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ അറിയുന്ന ആളുകള്. ഞങ്ങളിപ്പോ വീഡിയോയുടെ മുന്നിൽ മാത്രം ഭയങ്കര ഹൈ ലൈഫ് അല്ലെങ്കിൽ ഭയങ്കര പോഷ് ലൈഫ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുള്ള അവിടെ അങ്ങനെ നടക്കണ്ട, വീഡിയോയുടെ മുന്നിൽ എന്താ പത്രാസ് എന്നല്ലേ പറയുള്ളൂ. അങ്ങനെ പറയിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ അമ്മേനെ ഉൾക്കൊള്ളിച്ചത് ഏത് ഘട്ടം മുതലാ? അമ്മയും നന്നായിട്ട് പെർഫോം ഒക്കെ ചെയ്യാറില്ല, പ്രത്യേകിച്ച് കുട്ടികളുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അതായത് ഇനിയൊരു കുട്ടിക്ക് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള പോലത്തെ വീഡിയോ. അല്ല, അമ്മയുടെ ഒരു എക്സ്പ്രഷനിലാണല്ലോ ആ റീൽ അവസാനിക്കുന്നത്. ഒരു രസമുള്ള ഒരു റീലാണത്. അപ്പം അത് അമ്മേനെ ഏത് ഘട്ടത്തിലാണ് ഉൾപ്പെടുത്താം എന്നൊക്കെ തോന്നിയത്? അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. അമ്മ പണ്ട് തൊട്ട് അച്ഛൻ ഒരു ഓണക്കളി ആശാനായിരുന്നു. അപ്പൊ ഓണക്കളി പഠിപ്പിക്കാൻ പോയിട്ടാണ് അമ്മയായിട്ട് ഇഷ്ടത്തിലാവണതും അമ്മ കല്യാണം കഴിക്കണം. അപ്പൊ അങ്ങനെയാണ് അമ്മ കല്യാണം കഴിക്കണത്. അന്ന് തൊട്ട് അമ്മ ഓണക്കളിയും കാര്യങ്ങളൊക്കെ അച്ഛനും കളിക്കും, അമ്മയും കളിക്കായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞു. അമ്മ ആദ്യമൊക്കെ ആൾക്കൊരു മടി ഉണ്ടായിരുന്നു. പിന്നെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നാലും ആൾക്ക് പെട്ടെന്ന് കണ്ണ് നിറയും. അങ്ങനത്തെ പ്രശ്നമുണ്ട്. സംസാരിക്കും പെട്ടെന്ന് കണ്ണ് നിറയും. അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ അതൊക്കെ മാറി, ആൾക്ക് ഇഷ്ടമാണെന്നുള്ളൂ. അപ്പൊ ആള് വന്ന് വീഡിയോ ചെയ്യുമ്പോൾ ആൾക്ക് പിന്നെ അതൊക്കെ മാറി മാറി ഇപ്പൊ ഭയങ്കര ആക്റ്റീവാണ്. ഇപ്പൊ അമ്മ പണിയണോടത്തൊക്കെ പോയി കഴിഞ്ഞാൽ ശാരദേ പിന്നെ വീഡിയോയില് കണ്ടല്ലോ തകർത്തുല്ലോ എന്നൊക്കെ കേൾക്കുമ്പോ അമ്മയ്ക്ക് സന്തോഷാ. പുറമെയുള്ള കൂട്ടുകാരൊക്കെ ശാരദ അടിപൊളിയായിട്ടാ വീഡിയോ ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാൻ അമ്മയ്ക്ക് ഇഷ്ടാ. അപ്പൊ അമ്മ വീഡിയോസ് ഒക്കെ എടുത്ത് വരും. മറ്റേതൊരു ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ചമ്മലൊന്നുമില്ല. ഇപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ഫാൻസാ പുറത്തൊക്കെ പോകുമ്പോൾ. പരിപാടികളൊക്കെ പുറമേയുള്ള ബാക്കിയുള്ള സെലിബ്രിറ്റീസ്, ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ആളുകള്, അവരൊക്കെ എപ്പോഴെങ്കിലും എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ അനുമോദനം അറിയിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പരിപാടി വർക്കാണ്? ജോജി ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അത് മറ്റേ ആ സിനിമ ഏതായിരുന്നു, മറ്റേ പാലവും മറ്റേ ഇതുള്ളത്, ആളുടെ ഒരു പടം ഉണ്ടായിരുന്നു, ജോസഫ്. ആ പാട്ട് മോൻ പാടിയിട്ടും അതിലത്തെ ഒരു ഡയലോഗൊക്കെ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് വീഡിയോസ് ജോജു റിലേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോസ് ഞങ്ങൾ ആൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്ത് അവൻ വോയിസ് അയച്ചിട്ട് ആള് തിരിച്ച് ഞങ്ങൾക്ക് റീപ്ലൈ വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. നല്ലതാന്ന് പറഞ്ഞിട്ട് റീപ്ലൈ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഞങ്ങൾ ഫിനിക്സ് മൂവിയിലത്തെ ഒരു ഡയലോഗ് സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പൊ അതിലത്തെ ആക്ടർ ഉണ്ടായിരുന്നു ചന്തുനാഥും, പിന്നെ അതിലത്തെ ആക്ട്രസും നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോസിന്. പിന്നെ നമുക്ക് മെസ്സേജ് അയക്കാൻ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, ഗണപതിനെ എടുത്ത് അതില് പണ്ടത്തെ ടിൻഡു മോൻ കോമഡി. അതില് യേശു മാതാവ് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് ഗണപതി ശിവനാക്കി. അത് കുട്ടിയെ വെച്ച് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ, അത് ഇപ്പൊ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ. പിന്നെയും പിന്നെയും ഇങ്ങനെ ഫീഡിൽ നിങ്ങൾക്ക് അറിയാന്നറിയില്ല, ഇതാരൊക്കെയോ മുറിച്ചെടുത്തിട്ട് ഗൾഫിൽ വരെ ട്രെൻഡിങ് ആണ് ടിക്ടോക്കിലൊക്കെ. അപ്പൊ ആ വീഡിയോ പിന്നെ അഭിലാഷ് പിള്ളൈ സാറ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അങ്ങോട്ട് അയക്കുന്നതാണ്. ആളോടൊക്കെയുള്ള സ്നേഹം കൊണ്ട് അങ്ങോട്ട് അയക്കുമ്പോൾ നമുക്ക് ആ റെസ്പോൺസ് കിട്ടരുത്. നമ്മൾ ഈ ഒരു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇട്ട് അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് വളരെയധികം ചേർന്ന് നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ ആളുകള് നെഗറ്റീവായിട്ട് പോലും ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യായിരുന്നു. ഇപ്പൊ ഈ പ്രഗ്നൻസിയുടെ സമയത്തുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാതെയാണ് പ്രഗ്നൻസിക്ക് പ്രശ്നം പറ്റിയതെന്നൊക്കെ ആളുകൾ Q&A-യിലൊക്കെ വന്ന് ചോദിക്കുക അല്ലെങ്കിൽ പറയാന്നൊക്കെ പറയണ്ടല്ലോ. ഇത് നമ്മൾ വൺസ് ഈ കണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വിധപ്പെട്ട കാര്യങ്ങൾ വല്ലാതെ അങ്ങ് പ്രതികരിക്കാനും പറ്റില്ല. കാരണം നമ്മളും ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിൽക്കുകയാണല്ലോ. ആ സമയങ്ങളൊക്കെ എങ്ങനെ കടന്നു പോവുക? നമ്മള് സ്റ്റാർട്ടിങ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതെന്താണ് സോഷ്യൽ മീഡിയ, എങ്ങനെയാണ് സോഷ്യൽ മീഡിയ എന്നൊരു അറിയാത്തൊരു ടൈം ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു റീല് ചെയ്തിട്ട് ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അന്നൊക്കെ ഈ പ്രാങ്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്ന ടൈമിലാണ് ഞങ്ങൾ ഈ പ്രഗ്നൻസി പ്രാങ്ക് നമ്മളൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് ആ സംഭവം ചെയ്തത്. ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ സ്ക്രിപ്റ്റ് ആക്കി ചെയ്തൊരു സംഭവമായിരുന്നു അത്. പക്ഷേ നമ്മളത് ഇട്ട് കഴിഞ്ഞ് അതിന്റെ റെസ്പോൺസ് ഭയങ്കര റീച്ച് കയറി വീഡിയോക്ക്. പക്ഷെ അതിന്റെ റെസ്പോൺസ് വന്നത് നെഗറ്റീവ് ആയിട്ടായിരുന്നു. അവരുടെ കമന്റുകൾ, ഇപ്പൊ കുട്ടികളില്ലാത്ത ആളുകളുടെ കമന്റ്സ്, ഇപ്പൊ ചേട്ടന്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു എൻ്റെ അടുത്ത്, ഞാൻ നിന്റെ വീഡിയോസ് സ്ഥിരം കാണുന്നത്, ഈ ഒരൊറ്റ വീഡിയോ ആണ് ഞാൻ നിന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തത്. അങ്ങനെ അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ അതിനെ കുറിച്ച് ഞങ്ങൾ അപ്പൊ തന്നെ വീഡിയോ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ അതിന് കുറെ റിയാക്ഷൻസ് ഒക്കെ വന്നു ഈ ട്രോള് രീതിയിൽ. അപ്പൊ ഞങ്ങൾ അപ്പൊ തന്നെ വീഡിയോ പ്രൈവറ്റ് ആക്കി. എന്നിട്ട് ഞങ്ങൾ അതിനൊരു വീഡിയോ ഇട്ടു. ഞങ്ങൾ അറിയാണ്ട് ചെയ്തതാണ്. പിന്നീട് ഞങ്ങൾ അങ്ങനെ, അതായത് നമ്മൾ മറ്റുള്ളവരെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള റീലുകളൊന്നും ചെയ്തിട്ടില്ല. പിന്നെയാണ് ഞാൻ ഈ പ്രഗ്നന്റ് ആയതും എനിക്ക് ഇങ്ങനെ അബോർഷൻ ആയപ്പോഴും അതിനെ കണക്ട് ചെയ്തിട്ടും പണ്ടത്തെ നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയി സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. അതിൽ അവിടെ എടുക്കുക സാധനം മാച്ച് കളയാൻ ഈ റേസിംഗ് ബട്ടൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ അതിലില്ല. അപ്പൊ അതവിടെ എടുക്കുന്നത് അതിനെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ആളുകൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തില്ലേ
അതിന്റെ ഒക്കെ ബലമാണ് ഇപ്പൊ അനുഭവിക്കണേന്ന് വരെ നമുക്ക് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര സങ്കടമായിരുന്നു. ഞങ്ങൾ അതിനെ കണക്ട് ചെയ്തൊരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലൈഫിലെല്ലാം നമ്മൾ കണ്ട ചെറിയ ചെറിയ കണ്ടന്റുകളാക്കും. അതിൽ ആൾക്കാർക്ക് മനസ്സിലായി സംഭവമൊക്കെ. കുറെ പേര് മെസ്സേജ് അയക്കാറുണ്ട് നേരിട്ട് കാണുമ്പോഴായാലും. ഈ സ്ക്രിപ്റ്റുകളൊക്കെ എഴുതുന്ന ഇദ്ദേഹമാണോ? നല്ല ഭാഷ. സ്ക്രിപ്റ്റ് ഓൺ വോയിസ് കണ്ടന്റ് ഒക്കെ ചേട്ടൻ നമ്മുടെ ഒരു കാറ്റഗറിയാണ്. ഇവിടെ ഓൺ വോയിസ് മൂവി റിലേറ്റഡ് ഒക്കെ സംഭവങ്ങൾ അവിടെ നിന്ന് വരും. പിന്നെ നമുക്ക് സംസാരിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് എവിടെന്നെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു സാധനം കിട്ടും. ഇപ്പൊ നമ്മൾ ഈ അടുത്ത് ചെയ്തിട്ടുള്ള വീഡിയോ ഞങ്ങള് എന്റെ അമ്മേടെ എന്റെ വീട്ടിലേക്ക് പോയപ്പോ അമ്മേടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലോട്ടിൽ നിന്ന് വന്നിട്ടുള്ള സംഭവമാണ്. അത് ശരിക്കും ഒരാളുടെ ലൈഫാണ്. ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളുടെ ലൈഫിൽ നിന്ന് ഒരു ഫോൺ കോള് പിടിക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോ നമ്മുടെ ചുറ്റും അങ്ങനെ കുറെ ആളുകളുണ്ട്. ഒരാളെന്നല്ല, ഇഷ്ടംപോലെ. ഞാൻ പറഞ്ഞു അത് റീലാ, നേരിട്ട് തലമണ്ഡനെ മുട്ടിക്കും. അത് വിശ്വസിച്ചിരിക്കുന്നു. അത് വെറും റീല് മാത്രം. ഞാനിങ്ങനെ ഈ കണ്ടന്റ് പറയുമ്പോ ചേട്ടൻ ഞാൻ പറയാ അത് റീല്, ഇത് വേറെ. ഞാൻ വരുന്നുണ്ടെങ്കിൽ ഒലക്കെടുത്ത് തലമണ്ടടിച്ച് പൊട്ടിക്കും. അത്ര ഉണ്ടാവുള്ളൂ, വേറെ അവിടെ ഒന്നുമില്ല. പക്ഷെ അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് അതങ്ങനെ ചിന്തിക്കുമ്പോ ഒന്നും പറയാൻ പറ്റാണ്ടും പോണ കുറെ ആളുകളുണ്ടായിരിക്കും. അപ്പൊ അത് നമുക്കൊരു കണ്ടന്റ് കിട്ടി. അങ്ങനെ സംസാരിച്ച് വന്നപ്പോ കിട്ടിയൊരു കണ്ടന്റ് ആണ്. അത് ഞാൻ പറഞ്ഞു നേരത്തെ. നമ്മള് വീഡിയോ എടുക്കണത് പലരുടെയും അനുഭവത്തിൽ നിന്നൊക്കെ നമ്മൾക്ക്. അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും, കണക്ട് ആവും. ജോലി കഴിഞ്ഞ് വരുന്ന ബിഎസ്എൻഎല്ലിലെ ജോലി കഴിഞ്ഞ് വരുന്ന ബാക്കിയുള്ള സമയത്തും അല്ലെങ്കിൽ ഈ സൺഡേസിലൊക്കെ അല്ലേ ഷൂട്ട് ചെയ്യാം. ഇത് കുറച്ച് ഹെക്ടിക് ആയിട്ടുള്ള ഒരു പണിയായിട്ട് തോന്നാറുണ്ടോ? അതായത് നമുക്ക് ഫ്രീ ടൈം ഒന്നും കിട്ടുന്നില്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇവിടെയാണ് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണേ. ഞാന് പുറത്തൊക്കെ ഒരുപാട് പോയി ഇങ്ങനെ പണ്ട് കറങ്ങി അടിച്ച് നടക്കുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് വന്നപ്പോൾ തൊട്ട് കൂടുതൽ ടൈം നമ്മൾ ഇതിനു വേണ്ടി അല്ല പോവില്ല വെച്ച് കഴിഞ്ഞാൽ പോവും. കൂടുതലും എനിക്ക് അഭിനയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, പ്ലേയിലൊക്കെ കിട്ടുന്നിരിക്കണം. ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് അതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ ഒരുപാട് പണിയെടുക്കണം. നമ്മളൊന്നും ചെയ്യേണ്ടത് നമ്മൾ എവിടെ എത്തില്ല, ഇവിടെ എടുക്കണം. അപ്പം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ നാൾ പണിയെടുക്കുമ്പോൾ ഭഗവാൻ കാണും. അവൻ കുറേ നാളെ എടുക്കണം. ഒരു ഹെൽപ്പ് കൊടുക്കാൻ എന്നിട്ട് ബാങ്ക് പിടിച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു ചെറിയൊരു മൂവി ആയി കിട്ടിയാൽ മതി. എനിക്ക് അത്ര ആഗ്രഹമുള്ളൂ. മകനൊക്കെ മൂവിയിൽ അഭിനയിച്ചു, തമിഴ് മലയാളം പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കഷ്ടപ്പാടും നമുക്ക് ഇഷ്ടപ്പെടുന്നു പറയില്ലേ, അതുപോലെയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ വരുള്ളൂ. പിന്നെന്താ പറ്റുന്ന ഞാൻ മുന്നേ പ്രിപ്പയർ ചെയ്തതാ. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ഇന്റർവ്യൂ നമുക്ക് വയറിലാക്കണമെന്ന്. നീ എല്ലാം പ്ലാൻ ചെയ്ത് എന്റെ പണ്ണാലും പ്ലാൻ പണിതാ പണ്ണണം. ഇഷ്ടപ്പെട്ടു അല്ല ഇഷ്ടപ്പെട്ടു അല്ല, കഷ്ടപ്പാട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കഷ്ടപ്പാട് ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യും. അതല്ലായിരുന്നു അത് പഞ്ചായത്ത് ഒറ്റ വട്ടക്ക്. അപ്പൊ നമ്മളത് കാരണം കൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യണോണ്ട് ഇതാണ് നമ്മുടെ ആ ഒരു പ്ലഷർ ടൈം. പക്ഷെ അത് കൂടാണ്ട് നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഫാമിലിയുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാൻ ടൈമുണ്ട്. നമ്മളെ കിടന്ന് ഈ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞിട്ടായാലും പിന്നെയും നമ്മുടെ അമ്മോനും അമ്മയും ഒക്കെ ഉള്ള ടൈം ഉണ്ടാവും. പിന്നെ നമ്മൾ ചിലപ്പോൾ ഞായറാഴ്ച ദിവസം എന്നൊക്കെ പറഞ്ഞാൽ കുറെ എടുത്തു വെക്കും. അപ്പൊ നമ്മൾ ബാക്കി നമുക്ക് ഇടയ്ക്കൊക്കെ ഓരോന്നൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പണ്ടൊക്കെ ഡെയിലി ഇടായിരുന്നു വീഡിയോസ്. ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ 1-2 ദിവസം കൂടുമ്പോൾ ഇടുള്ളൂ. യൂട്യൂബ് ഫേസ്ബുക്ക് നമ്മൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ അത് വോയിസ് ഓവർ ചെയ്യാവുള്ളൂ കൂടുതലും. അപ്പൊ നമ്മൾ എവിടേക്കെങ്കിലും പോകുന്നത് അല്ലെങ്കിൽ ഫുഡ് അങ്ങനത്തെ ഒക്കെ എടുത്തിട്ട് വീട്ടിലത്തെ കാര്യങ്ങൾ അതിൽ എടുത്തിട്ട് ചെറിയൊരു വോയിസ് ഓവർ കൊടുക്കും. ഈ വളരെ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചതൊരു എടുത്തുചാട്ടായിരുന്നു. അല്ല അത് ഞാൻ ഇപ്പൊ അങ്ങനെയല്ല, ഇവള് പ്ലാൻ പണിയിട്ടാണ് ഇവിടേക്ക് വന്നത് പറഞ്ഞില്ല നേരത്തെ ഇന്റർവ്യൂ വൈറലാക്കുന്നത്. അതുപോലെയാണ് ഞാൻ പ്ലാൻ പണിയിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. കാരണം എനിക്ക് എത്ര വയസ്സാ? എനിക്ക് 24-23 ഇത്രയും 23 തോന്നുന്നു. പ്രായം എനിക്ക് പറയണത് ഇഷ്ടമല്ല. അപ്പോൾ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് ഇതായാലും പ്ലാൻ പണി പണണം. നമുക്ക് പ്രായമാകുമ്പോഴേക്കും നമ്മുടെ മോൻ വലുതായി നമുക്ക് കഞ്ഞിയാൻ നടക്കണം. അത് നമുക്ക് വയസ്സാകാലത്ത് പണിയെടുക്കാൻ പറ്റില്ല. അതാണ് ഞാൻ മുൻകൂട്ടി ഇവിടെ പറഞ്ഞു. അത് തന്നെയാണ് നമുക്ക് കല്യാണം കഴിച്ച വഴിക്ക് വേഗം പിള്ളേർ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വയസ്സാകുമ്പോൾ പണിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ മോൻ അത് അവനോട് ഇപ്പോഴും പറഞ്ഞു കൊടുക്കട്ടെ. ഞാൻ എല്ലാ കാര്യങ്ങളും ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കും. അവൻ ഭയങ്കര ബ്രില്യന്റാ. ഞങ്ങളൊക്കെ എടുത്തുകൊണ്ടേ വിൽക്കും.
അല്ല തോന്നിയിട്ടുണ്ടോ അങ്ങനെ അങ്ങനെ ഇല്ലല്ലോ, ഇത് ഭയങ്കര പ്ലാനിൽ നടന്നൊരു കാര്യമായിരുന്നു. പ്ലാൻ ഒന്നല്ലായിരുന്നു, ആക്സിഡന്റലി സംഭവിച്ച സംഭവമായിരുന്നു അത്. ഞങ്ങൾ ഇങ്ങനെയൊന്നല്ലായിരുന്നു, നമ്മുടെ വീട്ടുകാരുടെ 2 വീട്ടുകാരുടെ സമ്മതത്തോടെ ഒക്കെ കഴിക്കണം എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമുക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു. പക്ഷെ അത് പിന്നീട് ഒരു ബാധ്യതയായിട്ട് തോന്നിയില്ലേ, കാരണം അന്ന് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ കപ്പിൾ വീഡിയോസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അന്ന് നമുക്ക് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്ത് ഇപ്പൊ കുറെ കൊല്ലമായി. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിങ്ങളെ എല്ലാവരുടെയും ഫോണിലെ വീട്ടിലത്തെ കുട്ടികളായി മാറി ഞങ്ങള്. ഇപ്പഴാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വരുന്ന എത്ര ഫോളോവേഴ്സ് ഉള്ള ആളുകൾക്കും ആ ഒരു റീച്ചും മാത്രല്ല, ആളുകളുടെ ഉള്ളിലുള്ള ഒരു സ്നേഹം കിട്ടിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. ഞങ്ങൾ അവര് എത്രയോ കാലങ്ങൾ തൊട്ട് ഇപ്പൊ മോന്റെ ഒക്കെ വളർച്ച അത്രയും കണ്ടുകൊണ്ട് വളരുന്ന കാരണം കൊണ്ട് ആ ഒരു പുതുമ നമ്മളോടൊരു അപരിചിതം ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിലെ കുട്ടികളിലുള്ള ഒരു മെന്റാലിറ്റി ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. നല്ല ഭാഷാശുദ്ധി ഉണ്ട് കേട്ടോ, അപരിചിതമൊക്കെ. മുല്ലപ്പൂവും പൊടിയേറ്റ് കിടക്കും കല്ലിനും ഉണ്ടാ സൗകര്യം. എന്നിട്ട് ഈ മുല്ലപ്പൂമ്പൊടിയൊന്നും വരുന്നില്ല, പൂമ്പൊടികളൊന്നും വരുന്നില്ല. വളരെ ഫൺ ലവിങ് ആയിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു എന്താ പറയാ ഫ്രണ്ട്ഷിപ്പും ലവും അതൊക്കെ തന്നെയായിരിക്കും നല്ല വീഡിയോസ് ഉണ്ടാക്കാനുള്ള ഒരു പ്രേരക ശക്തി. ഇപ്പൊ വന്നു കിട്ടി. അപ്പൊ ഡെഫിനറ്റ്ലി അത് ഇനിയും കണ്ടിന്യൂ ആവട്ടെ. ക്രോർസ് ഒക്കെ വ്യൂസ് ഉള്ള ഇനിയും ഷോർട്സ് ഉണ്ടാക്കാൻ പറ്റട്ടെ. നിങ്ങളുടെ ഇൻഫ്ലുവൻസർ ലൈഫ് അടിപൊളിയായിട്ട് പോട്ടെ. സിനിമയിൽ ഉടനെ അവസരം ലഭിക്കട്ടെ. നേരത്തെ ഒരുപാട് നന്ദി, നമസ്കാരം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.